കണ്ണൂർ ഇരിട്ടി കുന്നോത്ത് വിഷപ്പാമ്പുമായി കളിച്ച കുട്ടികൾ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. കുട്ടികൾ മൂർഖൻ പാമ്പിനെ കൈകൊണ്ട് പിടിച്ച് കുപ്പിയിൽ അടച്ചു. കുട്ടികളിൽ ഒരാൾ മാതാവിന് ചിത്രം അയച്ചു കൊടുത്തതാണ് രക്ഷയായത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഈ കുട്ടികൾ പാമ്പിനെ കയറി പിടിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഇന്നലെ മഴ മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ സ്കൂളുകൾ അവധിയായിരുന്നു. കുട്ടികളെല്ലാം അവധിയാണെങ്കിൽ പോലും ആ രീതിയിലുള്ള മഴ, അത്ര ശക്തമായ മഴ പൊതുവെ ജില്ലയിലാകെ ഉണ്ടായിരുന്നില്ല. ഇരിട്ടി കുന്നോത്താണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടികൾ പുറത്തിറങ്ങി, ചെറിയ കുട്ടികളാണ്, കളിക്കുകയായിരുന്നു. അതിനിടെ അവിടെ ഒരു മരച്ചുവട്ടിൽ വെച്ച് കളിക്കുന്നതിനിടെയാണ് ഈ മൂർഖൻ പാമ്പിൻ്റെ കുട്ടി അതിലൂടെ ഇഴഞ്ഞു പോകുന്നത് ഈ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ അത് മൂർഖനാണെന്നോ വിഷപ്പാമ്പാണെന്നോ എന്ന കാര്യമൊന്നും കുട്ടികൾക്ക് അറിയില്ല. കുട്ടികൾ കളിക്കുന്നതിനിടെ പെട്ടെന്ന് ഈ പാമ്പിനെ പിടികൂടി അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഈ പാമ്പിനെ കുപ്പിയിൽ അടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കുട്ടികൾ ഒരാൾ ഇരിട്ടിയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന അമ്മയ്ക്ക്, മാതാവിന് ഇത് ഫോണിൽ ഈ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തത്. അങ്ങനെയാണ് മാതാവ് പെട്ടെന്ന് ഇത് ഞെട്ടിപ്പോയി. ഇങ്ങനെ മാതാവിന് ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത് വിഷപ്പാമ്പാണെന്ന് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിനുശേഷം ഈ സ്നേക്ക് റെസ്ക്യൂറിനൊക്കെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഈ പാമ്പെടുത്തക്കാരൊക്കെ അവിടെ എത്തി ഈ പാമ്പിനെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയ അപകടമാണ് ഒഴിവായത്. ഇതൊരു ഒരു ഒരു കുട്ടിക്കളിയല്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളെ സംബന്ധിച്ച് ഇത് വിഷപ്പാമ്പാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ പൊതുവെ ഇപ്പോൾ മഴക്കാലമാണ്, കുട്ടികളെ അത്രത്തോളം ശ്രദ്ധിക്കണം, ജാഗ്രത പാലിക്കേണ്ട ആവശ്യമുണ്ട്. കുട്ടികൾ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പാമ്പുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ പിടിക്കരുത്, അങ്ങനെ ആ രീതിയിലുള്ള ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും തന്നെ ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ അപകടമാണ് എന്തായാലും ഒഴിവായിട്ടുള്ളത്. പാമ്പിനെ അതിനുശേഷം സ്നേക്ക് റെസ്ക്യൂർ എത്തി അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ആ മാതാവിന് ഈ ഇത്തരത്തിൽ ഫോട്ടോ അയച്ചു കൊടുക്കാൻ ഒരു കുട്ടി ഫോട്ടോ അയച്ചു കൊടുത്തതാണ് ചിലപ്പോൾ നിർണായകമായത്. അല്ലെങ്കിൽ വീണ്ടും ആ പാമ്പിനെ എടുത്തെന്തെങ്കിലും കളിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. വലിയ അപകടം എന്തായാലും ഒഴിവായത് ആശ്വാസമാണ്.